അടുത്ത വരാൻ പോകുന്നത് ആരാണെന്ന് അറിയാനായിട്ട് വീഡിയോ പ്രൊഫൈൽ. ഭക്തിഗാന രചനാ രംഗത്ത് വ്യക്തിമുദ്ര പതിപ്പിച്ച ഒരു കലാവ്യക്തിത്വം വിനോദ് നമ്പൂതിരി. കോട്ടയം കുമാരനെല്ലൂർ നെടുമ്പള്ളി ഇല്ലത്തെ വിനോദ് നമ്പൂതിരി ഇപ്പോൾ കറുകച്ചാൽ ശാന്തിപുരം പരപ്പുകാട് ദേവീക്ഷേത്രത്തിലെ മേൽശാന്തിയാണ്. 15 വർഷത്തോളം മൾട്ടിനാഷണൽ കമ്പനിയിൽ എഞ്ചിനീയറായി ജോലി ചെയ്തതിനു ശേഷമാണ് ഇദ്ദേഹം സ്വന്തം കുലധർമ്മമായ പൂജാവൃത്തിയിൽ ഏർപ്പെടുന്നത്. ഭദ്രകാളി മഹാത്മ്യം എന്ന ഗ്രന്ഥത്തിന്റെ പദ്യപരിഭാഷ തയ്യാറാക്കി പുസ്തകരൂപത്തിൽ പ്രസിദ്ധീകരിച്ച വിനോദ് നമ്പൂതിരി ഗണേശ മഹാത്മ്യം എന്ന പുതിയ ഗ്രന്ഥം പ്രസിദ്ധീകരിക്കാനുള്ള തയ്യാറെടുപ്പിലാണ്. വിനോദ് നമ്പൂതിരിക്ക് കോമഡിയുടെ ഉത്സവവേദിയിൽ സ്നേഹസ്വാഗതം. തിരുമേനി എവിടെയാണ്? ഞാൻ കോട്ടയത്തെ കുമാരനെല്ലൂരാണ് എൻ്റെ താമസം. കറുകച്ചാലിനടുത്ത് ശാന്തിപുരം പരപ്പുകാട് ദേവീക്ഷേത്രത്തിലാണ് ശാന്തി. ഭക്തിഗാനങ്ങൾ എഴുതാറുണ്ട്, കാസറ്റുകൾക്കും CD-കൾക്കും ഒക്കെ വേണ്ടിയിട്ട്. അപ്പോൾ ഒരു വെറൈറ്റിക്ക് ഇവിടത്തേക്ക് വേണ്ടിയിട്ട് ഞാൻ ആലോചിച്ചപ്പോൾ മലയാളികളുടെ മനസ്സിൽ ചിരപ്രതിഷ്ഠ നേടിയിട്ടുള്ള സിനിമാ ഗാനങ്ങളും ലളിതഗാനങ്ങളുടെയൊക്കെ രീതിയിൽ ഞാൻ ചില പാട്ടുകളൊക്കെ എഴുതിയിട്ടുണ്ട്. അത് പ്രസന്റ് ചെയ്യാമെന്ന് വിചാരിച്ചു. ഭക്തി പാരഡി എന്ന് പറയുന്നതിന് വിരോധമില്ല. ഭക്തി പാരഡി. ഇതിനൊക്കെ പുറമെ തിരുമേനിയുടെ ഒരു കാര്യം എന്ന് വെച്ചാൽ തിരുമേനി കരോൾ ഗാനങ്ങളും എഴുതിയിട്ടുണ്ടെന്ന് പറഞ്ഞു. ഞാൻ ഭക്തി ഗാനങ്ങൾ മാത്രമല്ല, അത് സത്യം പറഞ്ഞാൽ ആദ്യം ഞാൻ ഈ രംഗത്തേക്ക് വരുന്നത് കരോൾ ഗാനം എഴുതിക്കൊണ്ടാണ്. അപ്പോൾ ഞാൻ ചോദിക്കുന്നത് വെച്ചാൽ ഒരു നമ്പൂതിരി കരോൾ ഗാനങ്ങൾ എഴുതുമ്പോൾ തീർച്ചയായും അതിന് ഗഹനമായൊരു ഇത് വേണമല്ലോ. തീർച്ചയായിട്ടും എന്നെ സംബന്ധിച്ചിടത്തോളം ശകലം റിസ്ക് തന്നെയായിരുന്നു. ഞാൻ എൻ്റെ സുഹൃത്തുക്കളായിട്ടുള്ള ജോൺ വർഗീസിനോടൊക്കെ ചോദിച്ചു ചില സംശയങ്ങൾ. അപ്പോൾ അവർ പറഞ്ഞിടാവ് നീ എൻ്റെ കൂടെ ആ പള്ളി വന്ന് നമുക്ക് ചോദിക്കാം. അപ്പോൾ പിന്നെ ഞാൻ പുതിയ നിയമം മുഴുവൻ പഠിച്ചതിന് ശേഷമാണ്. കാരണം മറ്റൊരു മതസ്ഥനായിട്ടുള്ള ഒരാൾ എഴുതിയിട്ട് എന്തെങ്കിലും കോൺട്രവേഴ്സി ഉണ്ടായെങ്കിൽ അത് മതി, പിന്നെ പ്രശ്നങ്ങളുണ്ടാകും. അപ്പോൾ അത് സൂക്ഷിക്കേണ്ട കാര്യമായതുകൊണ്ട് ഞാൻ നന്നായിട്ട് ഹോംവർക്ക് ചെയ്തിട്ട് തന്നെയാണ് അതിന് പുറപ്പെട്ടത്. അതെൻ്റെ കോളേജ് ജീവിതത്തിൻ്റെ കാലത്ത് ചെയ്ത സംഭവമാണ്. ഒരു 10-25 വർഷങ്ങൾക്കോ 30 വർഷത്തിന് മുമ്പ് ചെയ്തതാണ്. പക്ഷെ അത് സമ്മതിച്ചത്. അപ്പോൾ നമുക്കൊരു ഭക്തിഗാനം, ഭക്തി പാരഡി കേൾക്കാം അല്ലേ? തീർച്ചയായിട്ടും. കരോൾ ഗാനം എഴുതാൻ നമുക്ക് ഒരുപാട് ട്യൂണുകളുണ്ട്. പക്ഷെ പുള്ളി കരോൾ ഗാനം എഴുതാൻ എടുത്ത ട്യൂൺ ഏതാണെന്നറിയോ? മാമാങ്കം. കാരണം ആ സമയത്ത് പ്രചാരത്തിലുണ്ടായിരുന്ന ഗാനം അതായിരുന്നു. അപ്പോൾ എന്നോട് പറഞ്ഞിടാവുക നീ ഈ പുതിയ ട്യൂണിൽ ഏതെങ്കിലും എഴുത്. അപ്പോൾ എനിക്ക് കുറച്ച് ശാസ്ത്രീയ സംഗീതത്തിനോടുള്ള ആഭിമുഖ്യം കൊണ്ട് ഞാൻ എനിക്കിഷ്ടപ്പെട്ടത് തിരഞ്ഞെടുത്തു, അത്രയേ ഉള്ളൂ അതിൻ്റെ കാര്യം. കേൾക്കാം അല്ലേ? ആനന്ദം നാഥന്നവതാരം പണ്ടൊരു രാവിങ്കൽ പുൽക്കൂട്ടിൽ. ആനന്ദം നാഥന്നവതാരം പണ്ടൊരു രാവിങ്കൽ പുൽക്കൂട്ടിൽ. ബത്ലഹേമിലന്നു പുലരിയിൽ തൊഴുത്തിലുണ്ണിതൻ പിറവി നേരെ തുതിച്ച താരേ. പാടുക പാടുക നാഥനു മംഗളമാനന്ദം. നാഥൻ അവതാരം പണ്ടൊരു രാവിങ്കൽ പുൽക്കൂട്ടിൽ. വലയുന്ന നേരത്തിലും മുള്ളിൻ കിരീടം മുറുകുമ്പോഴും കുരിശേന്തി വലയുന്ന നേരത്തിലും മുള്ളിൻ കിരീടം മുറുകുമ്പോഴും അലിവേതു മറ്റു തിരുമേനിയിൽ മുനകൾ തറച്ചു കുരിശേറ്റിടുമ്പോഴും അന്യന്റെ പാപങ്ങൾ ഏറ്റിടുവാൻ അവനു സ്വർലോകവാസം കൊടുത്തിടുവാൻ പകരുമാനന്ദം നാഥൻ അവതാരം പണ്ടൊരു
ഭക്തിഗാനം മാമാങ്കത്തിന്റെ ട്യൂണിൽ ആദ്യമായിട്ട്. അത് കറക്റ്റ് വരികളല്ലേ? കുരിശേന്തി വലയുന്ന നേരത്തിലും അല്ലേ, മുള്ളിൻ കിരീടം മുറുകുമ്പോഴും മറ്റുള്ളവരുടെ പാപങ്ങൾക്കായി ആ സമയത്ത് വിധി ചെയ്തു എന്നുള്ളതാണ് പറയുന്നത്. ഗംഭീരം, അസാധ്യ വരികളാണ്. സാർ, അടുത്ത പാട്ട്. അടുത്തത് ഹൃദയ സരസിലെ എന്ന ചിരപ്രതിഷ്ഠ നേടിയ ഗാനത്തിന്റെ രീതിയിലുള്ള പാട്ടാണ്. മനുഷ്യ മനസ്സിലെ കറുത്ത ചിന്തകൾ മനുഷ്യ മനസ്സിലെ കറുത്ത ചിന്തകൾ ഇനിയും ദൂരെ നീ വെടിയൂ. മനുഷ്യ മനസ്സിലെ കറുത്ത ചിന്തകൾ ഇനിയും ദൂരെ നീ വെടിയൂ. തുറന്നതെങ്കിലും മിഴികളെ മൂടും അന്ധകാരമാ അജ്ഞതയകറ്റൂ. മനുഷ്യ മനസ്സിലെ കറുത്ത ചിന്തകൾ ഇനിയും ദൂരെ നീ വെടിയൂ, നീ വെടിയൂ. അറിയാൻ വൈകി ഈ മർത്യകഥയിലെ നായകനല്ല ഞാൻ, ജഗദംബതൻ കൈവിരൽ തുമ്പിലെ കർമ്മബന്ധങ്ങളാം, കൈവിരൽ തുമ്പിലെ കർമ്മബന്ധങ്ങളാം, നൂലിഴ തുമ്പിലെ പാവമാത്രം. മനുഷ്യ മനസ്സിലെ കറുത്ത ചിന്തകൾ ഇനിയും ദൂരെ നീ വെടിയൂ, നീ വെടിയൂ. സൂപ്പർ, താങ്ക് യു. വരികളെ ഗംഭീരം. ഇതിന് ഭക്തിഗാനം ഒന്നും പറയാൻ പറ്റില്ലല്ലോ, ഇത് ഫിലോസഫി അല്ലേ? അതെ. അപ്പോ ആദ്യം ക്രിസ്തീയ ഭക്തിഗാനം, ഇപ്പൊ ഫിലോസഫി. അടുത്തത് ഏതാണ് ഗാനം? അടുത്തത് ഞാൻ 10-13 വർഷക്കാലം സേവനം ചെയ്തിരുന്ന കുമ്മനം ഇളങ്കാവ് ദേവീക്ഷേത്രത്തിലെ ദേവിയെക്കുറിച്ചുള്ള ഒരു ഭക്തിഗാനമാണ്. അത് പ്രസിദ്ധമായ ചന്ദനത്തിൽ കടഞ്ഞെടുത്ത എന്ന ജയന്തൻ സാർ പാടിയ ആ ഗാനത്തിൻ്റെ ഈണത്തിലാണ് ഞാൻ ചിട്ടപ്പെടുത്തിയിട്ടുള്ളത്. തമ്പുരാട്ടി കുമ്മനവാസിനി അൻപെഴും ദേവി, തമ്പുരാട്ടി കുമ്മനവാസിനി അൻപെഴും ദേവി, പൊൻപദാംബുജം തൊഴുന്നു ഞങ്ങൾ തൻ സങ്കടം തീരാൻ. കനിയൂ താമരവിഴിയിൽ കിനിയും കരുണ നീ ചൊരിയൂ. തമ്പുരാട്ടി കുമ്മനവാസിനി അൻപെഴും ദേവി. കാമനെ തൻമിഴിയാലരിച്ചൊരു ദേവനു മകളെ, കാമനെ തൻമിഴിയാലരിച്ചൊരു ദേവനു മകളെ,
മന്ദസ്മിതവും നിൻ തിരുമുഖവും മന്ദസ്മിതവും മനതാരിൽ പതിയാ കനിയു താമരമിഴിയിൽ കിനിയും കരുണ നീ ചൊരിയൂ തമ്പുരാട്ടി കുമ്മനവാസിനി അൻപെഴും ദേവി. നമ്മുടെ ഭക്തിഗാനങ്ങളെ കൂടുതൽ പോപ്പുലർ ആക്കണം എന്നുണ്ടെങ്കിൽ ഇത് ചെയ്താൽ മതിയല്ലോ അല്ലേ? ഗംഭീരമായി സർ. താങ്ക് യു. വിജയേട്ടാ എങ്ങനെ ഉണ്ടായിരുന്നു? തിരുമേനി അടിച്ചു പൊളിച്ചിട്ടാ, നന്നായിരുന്നു. സന്തോഷം. എല്ലാ പാട്ടുകളും മനോഹരമായി ഇട്ടുണ്ടത്. എനിക്ക് ഏറ്റവും കൂടുതൽ സന്തോഷം എന്താണെന്ന് വെച്ചാല് ഇവിടെ നമ്മുടെ 2-3 അച്ഛന്മാർ, പള്ളിയിലെ അച്ഛന്മാർ വന്നിട്ട് കൃഷ്ണന്റെ ഗാനവും അതുപോലെ അയ്യപ്പസ്വാമിയുടെ ഗാനവും അതിമനോഹരമായിട്ട് അവരുടെ ഭക്തി കളയാതെ പാടി. പക്ഷെ അതിലും വലിയ സന്തോഷം എനിക്കിപ്പോ ഒരു മേൽശാന്തി വന്നിട്ട് യേശുവിനെ കുറിച്ച് ഇത്ര മനോഹരമായിട്ട്, അയ്യോ അത് ഇടുവായിരുന്നട്ടാ. ഞാൻ കരുതിയത് യേശുവിനെ കുറിച്ച് ഒരു പാരഡി എഴുതുമ്പോൾ ഹിന്ദുക്കളുടെ ഭക്തിഗാനം എടുത്തിട്ട് അതിന്റെ ട്യൂണിൽ പാടുമെന്ന് കരുതി. പക്ഷെ അതൊന്നുമില്ല. നിളയുടെ തീരത്തുണ്ടായിരുന്ന ആ ഒരു മാമാങ്കത്തിനെ കുറിച്ചുള്ള പാട്ടെടുത്ത് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട പാട്ട്. കാരണം എല്ലാ ജാതിക്കും ഇഷ്ടപ്പെട്ട പാട്ട് എടുത്തിട്ട് അത് യേശുവിനെ കുറിച്ച് എന്തു വരികളാണ് അതിനകത്ത്. എല്ലാം ഗ്രാൻഡായിരുന്നു. എനിക്ക് തോന്നുന്നത് തിരുമേനി എനിക്ക് ഇത്രയും മനോഹരമായിട്ട് പാട്ട് എഴുതാമെങ്കിൽ സ്വന്തമായിട്ട് സംഗീതം ചെയ്തൂടെ അല്ലേ? വരികൾ തന്നെ എഴുതുകയും തന്നെ സംഗീതം ചെയ്യുകയും തന്നെ കേട്ടോണ്ടിരിക്കുകയായിരുന്നു. ഇപ്പൊ ഒരു വേദി കിട്ടി. സന്തോഷം. ഇതിൽ നിന്നും നമുക്ക് ഉയർച്ച ഉണ്ടാവും. എന്തായാലും ഇനിയിപ്പോ ഈ പറഞ്ഞുകൂട്ട് തന്നെ സ്വന്തമായിട്ട് തന്നെ സംഗീത സംവിധാനം ചെയ്യണം. എന്തായാലും തീർച്ചയായിട്ടും ചെയ്യണം. അപ്പൊ എന്തായാലും ഇവിടെ വന്നതിൽ സന്തോഷം. അടിപൊളിയായിരുന്നു. ഓക്കെ, ഓൾ ദ ബെസ്റ്റ്. സത്യം തിരുമേനി ഞാൻ വലിയ ഫാനായി പോയി തിരുമേനിയുടെ. ഭയങ്കര ആരാധകനായി. കാരണം നമ്മൾ പല പാട്ടുകൾ കേട്ടിട്ടുണ്ട്. ഈ ഇപ്പൊ ദുബായിലെ ഒരു പ്രോഗ്രാം ഒരു അച്ഛൻ ഈ കച്ചേരി അവതരിപ്പിച്ചു. അപ്പൊ അച്ഛൻ ആദ്യം പറഞ്ഞു, സാധാരണ എന്നെ ഒരു പ്രാവശ്യം കച്ചേരി അവതരിപ്പിച്ചാൽ അവിടെ പിന്നെ ആരും വിളിക്കാറില്ല, ഇത് ലോകത്തിലെ ആദ്യത്തെ സംഭവമാണെന്ന് പറഞ്ഞ അച്ഛൻ പാടിയത്. പക്ഷെ പാടി തുടങ്ങുമ്പോൾ അത് ഗംഭീരമായിട്ട് അച്ഛൻ അവതരിപ്പിച്ചു. ഇപ്പം നമ്മുടെ നാട്ടിലൊക്കെ ഒരുപാട് പ്രോഗ്രാംസ് അദ്ദേഹം ചെയ്യുന്നുണ്ട്. അതുപോലെ തിരുമേനി ഇവിടെ പാടി തുടങ്ങിയപ്പോൾ നമ്മൾ അതുപോലെ സെവാരിയസ് അച്ഛനില്ലേ, പുള്ളി അവിടെ ദുബായിൽ വന്നിരുന്നു. അച്ഛനാ തോന്നുന്നു മാപ്പിളപ്പാട്ട് പാടുന്ന. ഓക്കെ ഓക്കെ ഓക്കെ. അതുപോലെ തന്നെ വരികൾ സംബന്ധിച്ച് വരികൾ എഴുതി അതെല്ലാം വളരെ ഗംഭീരമായ വരികളായിരുന്നു. ഒരു കാര്യം ഞാൻ പറയാം, നമ്മൾ ഇതിനു മുമ്പ് രതീഷ് എന്ന് പറയുന്ന ദാസേട്ടനെ അനുകരിച്ചൊരു ഗായകൻ ഭയങ്കരമായി വൈറലായി. ഞാൻ അത് കഴിഞ്ഞ് മലയ്ക്കൊക്കെ പോയപ്പം നമ്മുടെ അവിടുത്തെ മേൽശാന്തിമാരൊക്കെ എല്ലാവരും രതീഷിനെ കുറിച്ചാണ് സംസാരിക്കുന്നത്. അദ്ദേഹത്തിന് ഹരിവരാസനം എന്ന പാട്ടിനെ കുറിച്ചും ഒരുപാട് സംസാരിച്ചു. ഇനിയിപ്പം ഞാൻ പറയാം, അത് കഴിഞ്ഞാൽ ഇനി ആൾക്കാർ നമ്മുടെ പ്രേക്ഷകർ സംസാരിക്കാൻ പോകുന്നത് വിഷ്ണു നമ്പൂതിരിയെ കുറിച്ചായിരിക്കും. വിനോദ് നമ്പൂതിരിയെ കുറിച്ചായിരിക്കും. എന്തായാലും ഇവിടെ വന്നതിലും തിരുമേനിയെ കാണാൻ സാധിച്ചാലും ഏറ്റവും അധികം സന്തോഷം. വളരെ സന്തോഷം. ഒരുപാട് മുമ്പോട്ടുള്ള യാത്രയിൽ ഒരുപാട് സിനിമകളിലൊക്കെ വരികൾ എഴുതാൻ ഭാഗ്യം കിട്ടും. അതിന് അമ്മയുടെ കടാക്ഷമുണ്ട്, ദേവിയുടെ കടാക്ഷമുണ്ട്. ദേവി ശരണം. പക്രുചേട്ടനിലേക്ക് അവസാനം വരാന്ന് പറഞ്ഞത് കാരണം എന്ന് വെച്ചാൽ പക്രുചേട്ടന്റെ ഫൈൻഡ് ആണ് തിരുമേനി. പക്രുചേട്ടനാണ് അദ്ദേഹത്തിന്റെ വീഡിയോ എടുത്ത് നമുക്ക് അയച്ചു തരുന്നത്. പക്രുചേട്ടാ എന്താ പറവൂരിന് മാത്രമല്ല കോട്ടയത്തുനിന്നും നമുക്ക് പറവൂരിന്നും കോട്ടയത്തുനിന്നല്ല, കേരളത്തിലല്ല ലോകത്തിലെ എവിടെ കലാകാരന്മാരുണ്ടോ കുണ്ടന്നെ അവിടെ അല്ലേ? സൗദിയിൽ നിന്ന് വന്ന് പിന്നെയാണോ? അല്ല, ഒരുപാട് സന്തോഷമുണ്ട്. കാരണം നാട്ടുകാരെന്നുള്ള നിലയിലും അതുപോലെ തന്നെ നമ്മുടെ കുട്ടിക്കാലത്തൊക്കെ ഏറ്റവും കൂടുതൽ ക്ഷേത്ര ദർശനത്തിനൊക്കെ പോകുമ്പോൾ ഈ ഇളങ്കാവ് ദേവീക്ഷേത്രത്തിലൊക്കെ പോകാറുണ്ട്. തിരുമേനിയെ ഞാൻ അവിടെ വെച്ചൊക്കെ കണ്ടിട്ടുമുണ്ട്. അപ്പോൾ അതിനൊക്കെ ശേഷം കുറേ നാളുകൾക്ക് ശേഷമാണ് തിരുമേനിയുടെ ഒരു വീഡിയോ എൻ്റെ കയ്യിലോട്ട് കിട്ടുന്നത്. കിട്ടിയ സമയത്ത് എനിക്ക് ഒരുപാട് സന്തോഷം തോന്നിപ്പോയി. ആ വീഡിയോ ഞാൻ ഓൺ ചെയ്ത് കാണുന്ന സമയത്ത് എനിക്ക് തോന്നിയത്, അജയ ഞാൻ ഇങ്ങനെ ഒരു തിരുമേനിയാണ്, എനിക്ക് കുറച്ച് കഴിവുകളുണ്ട്, പിന്നെ അത് ഞാൻ തന്നെ പറയുന്നത് ശരിയല്ലല്ലോ എന്നതുകൊണ്ട് ഞാനൊന്നും പറയുന്നില്ല. പക്ഷേ എനിക്കിപ്പം മനസ്സിലായി, ഇത് ഞാനിനി പറഞ്ഞില്ലെങ്കിൽ എനിക്ക് വേണ്ടി ഇനി ആരും പറയാനുണ്ടാവില്ല. നിവൃത്തിയില്ല. അത് സത്യമായ ഒരു കാര്യമാണ്. കാരണം ഉള്ളിലുള്ള കല നമ്മളുള്ളിൽ വെച്ചോണ്ടിരുന്നു കഴിഞ്ഞാൽ ആരും അറിയില്ല. ആരോടെങ്കിലും എന്ന് പറഞ്ഞാൽ അല്ലെങ്കിൽ ഒരു വാതിൽ തുറന്ന് കിട്ടിയാലേ അതിലേക്ക് കയറാൻ പറ്റുള്ളൂ. അപ്പോൾ തിരുമേനി എന്തായാലും കണ്ടത് കലയുടെ ശ്രീകോവിലായിട്ട് നമ്മുടെ ഈ കോമഡി ഉത്സവത്തിൻ്റെ വേദിയാണ് കണ്ടത്. ഒരുപാട് കാലം ദേവനെ പൂജിച്ചു. ഇനിയിപ്പോൾ കലയെ പൂജിക്കാനുള്ള ഒരു സാധ്യതയാണ് മുന്നിൽ തെളിഞ്ഞു വരുന്നത്. ദേവി അനുഗ്രഹിക്കട്ടെ. ഇനി അങ്ങോട്ട് മുന്നോട്ടുള്ള യാത്രയിൽ എല്ലാ പിന്തുണയുമായിട്ട് ഞങ്ങളെല്ലാവരും ഉണ്ടാവും. എല്ലാ ആശംസകളും തിരുമേനി. നന്ദി. നല്ല നമസ്കാരം. ഈ പറഞ്ഞ ഈ ഒരു രീതിയിലുള്ള ഗാനമേള ഇനി ഉണ്ടാകാൻ പോവാണ്. ഭക്തി ഗാനമേള,
സിനിമാ പാട്ടുകളുമായിട്ട് ചേർത്തുകൊണ്ട്. അപ്പൊ അതിന്റെ ഉപജ്ഞാതാവായിട്ട് അറിയപ്പെടും മിക്കവാറും. ആ ഒരു ശാഖയുടെ അല്ലേ? ദൈവം അനുഗ്രഹിക്കട്ടെ, എല്ലാം നടക്കട്ടെ അങ്ങനെ തന്നെ. തീർച്ചയായും. അപ്പോ എല്ലാവരും തിരുമേനിക്ക് വേണ്ടി നല്ലൊരു കാര്യം.